എന്തുകൊണ്ടാണ് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് ഇന്നലെ ഒരു ദിവസം കൊണ്ട് 14% താഴോട്ട് പോയത്? ബിറ്റ്കോയിൻ മുകളിലോട്ട് പോയിട്ടും മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് എന്തുകൊണ്ടാണ് താഴോട്ട് പോയത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് അഫക്റ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റേഴ്സ് പാനിക് ആവേണ്ട ആവശ്യമുണ്ടോ? മൈക്രോ സ്ട്രാറ്റജി ഓവർ വാല്യൂഡ് ആണോ? ഇപ്പോൾ വിൽക്കാൻ പറ്റിയ ഒരു സമയമാണോ അതോ വീണ്ടും വാങ്ങാൻ പറ്റിയ ഒരു സമയമാണോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് മൈക്രോ സ്ട്രാറ്റജി, എങ്ങനെയാണ് അവർ ബിറ്റ്കോയിൻ വാങ്ങുന്നത്, എന്താണ് അവരുടെ ബിറ്റ്കോയിൻ സ്ട്രാറ്റജി, ഇത് അവരുടെ ഷെയർ പ്രൈസിന് ലോങ് ടേമും ഷോർട്ട് ടേമിലും എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഐ വിൽ ഗിവ് യു 3 മെയിൻ അഡ്വൈസ്. ഓക്കെ, ഈ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അപ്ലിക്കബിൾ ആണ്. അതിപ്പോൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും ഗോൾഡ് ആണ് എന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ കറൻസികളാണെന്നുണ്ടെങ്കിലും ഈ മൂന്ന് അഡ്വൈസ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിപ്പോൾ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും ഗോൾഡ് ആണ് എന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ക്രിപ്റ്റോ കറൻസിയിലാണെന്നുണ്ടെങ്കിലും അത് ഫണ്ടമെൻ്റലി എങ്ങനെ വർക്ക് ചെയ്യുന്നു, ടെക്നിക്കലി അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മൂല്യം, ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനി എന്താണ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ പ്രൈസ് മാത്രം നോക്കിയിട്ട് ഒരിക്കലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. പ്രൈസ് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു ചാർട്ട് എടുത്തിട്ട് അതിൽ 4 വര വരയ്ക്കുക എന്ന് പറയുന്നത് എല്ലാവരിനെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വാല്യൂ എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് ലോങ് ടേമിലോട്ട് ഹോൾഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഡേ ടു ഡേയിലുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, ഇപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും, പക്ഷേ താഴോട്ട് പോകുമ്പോഴും അതൊരു ഹൈ കൺവിക്ഷനോട് കൂടി അത് ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ അസറ്റിൽ ഒരു വിശ്വാസീയത അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റലി ഉള്ള വാല്യൂസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ഒരു പർട്ടിക്കുലർ അസറ്റിൽ ഒരിക്കലും ഒരു ഫോമോൻ്റെ ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അതായത് ഫോമോ എന്ന് പറയുമ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അതായത് ഇനിയും ഇത് മിസ്സായി പോയി അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പ്രൈസ് കൂടുന്ന സമയത്തല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പകരം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ആ ഒരു അസറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് പല സമയത്തും, ഇപ്പോൾ ഞാൻ ബിറ്റ്കോയിൻ $16,000 ഉള്ള സമയത്തും $20,000 ഉള്ള സമയത്തും 30, 40, 50, 60,000 ട്രേഡ് ചെയ്യുന്ന സമയത്തും ഞാൻ ബിറ്റ്കോയിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. പക്ഷേ പല ആളുകളും ഇപ്പോഴാണ് ഒരു $100,000 അടുത്ത് എത്തിയിട്ടാണ് ഇപ്പോഴും പല ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ഇപ്പോൾ ലോൺ എടുത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, ഇപ്പോൾ ബിറ്റ്കോയിൻ വാങ്ങട്ടെ, ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ബിറ്റ്കോയിൻ വാങ്ങിക്കുക, ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. സോ നിങ്ങൾ ഏതൊരു അസറ്റാണ് എന്നുണ്ടെങ്കിലും ബൈ ലോ സെൽ ഹൈ എന്നുള്ളതാണ്. നമ്മൾ പാനിക് ആവേണ്ടത് ഒരു സ്റ്റോക്ക് താഴോട്ട് വരുമ്പോഴാണ്. അത് ബൈ ചെയ്യാൻ നമ്മൾ ഫോമോ വരേണ്ടത് ഒരു പർട്ടിക്കുലർ അസറ്റ് താഴോട്ട് വരുമ്പോഴാണ്. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില താഴോട്ട് പോകുമ്പോഴാണ് നമ്മൾ വാങ്ങേണ്ടത്, അല്ലാണ്ട് വില കൂടുന്ന സമയത്തല്ല വാങ്ങാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ആ ഒരു ഓഫറുള്ള സമയത്ത് അല്ലെങ്കിൽ വില കുറയുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ ഷോപ്പിങ്ങിന് പോകുക, അല്ലാതെ വില കൂടുതലുള്ള സമയത്തല്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും ഇതേപോലെ തന്നെയാണ്. നമ്മൾ എപ്പോഴാണോ വില കുറയുന്നത് അപ്പോഴാണ് നമ്മൾ കൂടുതൽ വാങ്ങാൻ പാനിക് ആവേണ്ടത്, അല്ലാതെ കൂടുന്ന സമയത്തല്ല വാങ്ങാൻ പാനിക് ആവേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ ആണ് എന്നുണ്ടെങ്കിലും ഷോർട്ട് പീരീഡിൽ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഗെറ്റ് റിച്ച് ക്വിക്ക് ഓവർനൈറ്റ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഷോർട്ട് പീരീഡിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു പ്രഡിക്ഷനും നടത്താൻ പറ്റില്ല. അല്ലെങ്കിൽ മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ ബിഹേവ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഷോർട്ട് പീരീഡിൽ മാർക്കറ്റ് എപ്പോഴും റിസ്കി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ പക്ഷേ നമ്മൾ ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതൊരു സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മൈക്രോ സ്ട്രാറ്റജിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിറ്റ്കോയിനേക്കാളും കൂടുതൽ റിട്ടേൺ കിട്ടാനാണ് എന്ന് പറയുമ്പോൾ നമുക്കത് ഷോർട്ട് ടേമിൽ ചിലപ്പോൾ അത് നടക്കണം എന്നില്ല. പക്ഷേ ലോങ് ടേമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എപ്പോഴും ബിറ്റ്കോയിനേക്കാളും കൂടുതൽ റിട്ടേൺ മൈക്രോ സ്ട്രാറ്റജി പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 1 ഡേ റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.46% ബിറ്റ്കോയിൻ കൂടിയപ്പോൾ കഴിഞ്ഞ ദിവസം മൈക്രോ സ്ട്രാറ്റജി 16% താഴോട്ട് പോയത്, അല്ലേ? പക്ഷേ അതേസമയം നമ്മൾ ലാസ്റ്റ് 5 ഡേ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ബിറ്റ്കോയിൻ 10% മുകളിലോട്ട് പോയപ്പോൾ മൈക്രോ സ്ട്രാറ്റജി ഏകദേശം 18% മുകളിലോട്ട് പോയത്. അതേപോലെ തന്നെ 1 മന്ത് റിട്ടേൺ ബിറ്റ്കോയിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 47% മുകളിലോട്ട് പോയപ്പോൾ
മൈക്രോ സ്ട്രാറ്റജി 81% ആണ് മുകളിലോട്ട് പോയത്. 6 മന്തിൽ ബിറ്റ് കോയിൻ 41% മുകളിലോട്ട് പോയപ്പോൾ 6 മന്തിൽ മൈക്രോ സ്ട്രാറ്റജി 141% ആണ് മുകളിലോട്ട് പോയത്. YTD റിട്ടേൺ ഈ വർഷം ജനുവരി മുതൽക്ക് ഇന്നേ വരെയുള്ള റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ 124% മുകളിലോട്ട് പോയപ്പോൾ മൈക്രോ സ്ട്രാറ്റജി YTD റിട്ടേൺ 480% ആണ് മുകളിലോട്ട് പോയത്. സോ നമ്മളെപ്പോഴും ഷോർട്ട് ടേം ആയിട്ട് ഒരു പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കിയിട്ട് ജഡ്ജ് ചെയ്യുന്നതിന് പകരം എപ്പോഴും നമ്മൾ ലോങ് ടേം ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം ഒരു ജഡ്ജ്മെൻറ്റിലോട്ട് എത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി എങ്ങനെയാണ് മൈക്രോ സ്ട്രാറ്റജി ബിറ്റ് കോയിൻ വാങ്ങിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇന്നലെ മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് താഴോട്ട് പോയത്, മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. അതിനു മുന്നേ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. സോ മൈക്രോ സ്ട്രാറ്റജി എല്ലാവർക്കും അറിയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് മൈക്രോ സ്ട്രാറ്റജി, അല്ലേ? അമേരിക്കയിൽ നാസ്ഡാക്കിൽ ട്രേഡ് ചെയ്യുന്ന ബിസിനസ് ഇൻ്റലിജൻസ് കമ്പനി ആയിരുന്നു മൈക്രോ സ്ട്രാറ്റജി. 2020 ഓഗസ്റ്റിലാണ് അവരുടെ കയ്യിലുള്ള ക്യാഷ് ഉപയോഗിച്ച് ബിറ്റ് കോയിൻ വാങ്ങുന്നതും. അങ്ങനെ അവർ ബിറ്റ് കോയിൻ വാങ്ങിയതിലൂടെ, ബിറ്റ് കോയിൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയപ്പോൾ അത് അവരുടെ ബാലൻസ് ഷീറ്റ് വളരെ വലിയ രീതിയിൽ മെച്ചപ്പെടുകയും അവരുടെ പബ്ലിക്ലി ട്രേഡ് ചെയ്യുന്ന ഷെയറിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഷെയർ എന്ന് പറയുന്നത് എന്താണ്, കൂടുതൽ ആളുകൾ ഷെയർ വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നല്ലൊരു ഫൈനാൻഷ്യൽസ് ആവണം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മൈക്രോ സ്ട്രാറ്റജിയുടെ ഷെയർ മാർക്കറ്റിൽ വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോകാൻ തുടങ്ങുകയും ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് അവർക്ക് കടം വാങ്ങാനുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ അവർ ഇക്വിറ്റി ഷെയർ ഓഫർ ചെയ്തിട്ടും അതേപോലെ തന്നെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റികൾ ഓഫർ ചെയ്തിട്ടും അങ്ങനെ ഒരു ട്രഷറി ഓപ്പറേഷൻസിലൂടെ കൂടുതൽ ബിറ്റ് കോയിൻ വാങ്ങാൻ അവർ തുടങ്ങിയാണ്. അങ്ങനെ കൂടുതൽ ബിറ്റ് കോയിൻ വാങ്ങുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്, ബിറ്റ് കോയിൻ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു അസറ്റാണ്, അല്ലേ? അപ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകും തോറും അവരുടെ ഫൈനാൻഷ്യൽസ് വളരെ വലിയ രീതിയിൽ മെച്ചപ്പെടുകയും അവരുടെ പബ്ലിക്ലി ട്രേഡ് ചെയ്യുന്ന ഷെയറിൻ്റെ വാല്യൂ മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇത് കാരണം കൊണ്ടാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഷെയറിൻ്റെ വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ S&P 500 ഉള്ള ഒട്ടുമിക്ക എല്ലാ കമ്പനികളെയും ഔട്ട് പെർഫോം ചെയ്തിട്ട് അതിനേക്കാളും കൂടുതൽ ലാഭമാണ് മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള ഒരു കമ്പനീൻ്റെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഇക്വിറ്റി ഓഫർ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ പല ഫൈനാൻഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെയാണ് അവർ ബിറ്റ് കോയിൻ വാങ്ങുന്നത്. സോ കഴിഞ്ഞ ദിവസം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിൽ മൈക്കിൾ സെയ്ലർ നടത്തിയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനിൽ ഈ ഒരു ബിറ്റ് കോയിൻ സ്ട്രാറ്റജിനെ, ഈ ഒരു മൈക്രോ സ്ട്രാറ്റജി എന്നുള്ളൊരു കമ്പനീനെ മൈക്കിൾ സെയ്ലർ കമ്പയർ ചെയ്യുന്നത് ഒരു ഓയിൽ കമ്പനി ആയിട്ടാണ്. ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമ്പാരിസൺ ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ കമ്പനികൾ, ഇപ്പോൾ ഓയിൽ കമ്പനികൾ എന്താണ് ചെയ്യുന്നത്, ക്രൂഡ് ഓയിൽ എന്നുള്ള ഒരു അസറ്റിന് അവർ പ്രോസസ്സ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ആക്കിയിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ? അതാണ് ആ ഒരു കമ്പനി, ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിൽ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്രൂഡ് ഓയിൽ നമ്മുടെ കാറിലോ ബൈക്കിലോ ഒഴിച്ചാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഈ ഓയിൽ കമ്പനികൾ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു ക്രൂഡ് ഓയിലിനെ പ്രോസസ്സ് ചെയ്തിട്ട് റിഫൈൻ ചെയ്തിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജെറ്റ് ഫ്യൂവലാണ്. അതിൻ്റെ താഴെ ഗ്യാസ് ലൈൻ, ഡീസൽ, LPG, ഹീറ്റ് ഓയിൽ, ഫ്യൂൽ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ഓയിൽ അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ പ്രോഡക്ട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനിലൂടെയാണ് ഈ ഓയിൽ കമ്പനി കൂടുതൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതും അത് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതും, അല്ലേ? ഇതേ കാര്യം തന്നെയാണ് മൈക്രോ സ്ട്രാറ്റജിയും ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മറ്റുള്ള എല്ലാ അസറ്റ് ക്ലാസ്സിനെയും ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു അസറ്റ് വാങ്ങി വെക്കുന്നതിലൂടെ ബാക്കിയുള്ള കമ്പനികൾ അൺപ്രൊഡക്റ്റീവായിട്ട് അവരുടെ ക്യാഷ് യൂസ് ചെയ്യുന്നതിന് പകരം ബിറ്റ് കോയിൻ വാങ്ങി അവരുടെ ബാലൻസ് ഷീറ്റിൽ ആഡ് ചെയ്യുമ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ അവരുടെ ഫൈനാൻഷ്യൽസ് വളരെ വലിയ രീതിയിൽ മെച്ചപ്പെടുകയും അതിലൂടെ ഡിഫറെൻറ്റ് റിസ്ക് കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് MSTRൻ്റെ ഓപ്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, MSTX, MSTU പോലുള്ള ETF ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതല്ല ബിറ്റ് കോയിനേക്കാളും കുറച്ചും കൂടി
റിട്ടേൺ കിട്ടിയാൽ മതി എന്നുള്ള ആളുകൾക്ക് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ബിറ്റ് കോയിൻ എന്നുള്ള ഒരു അസറ്റിനെ റിഫൈൻ ചെയ്തിട്ട് പല ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സിലുള്ള പല ഡിഫറെൻറ്റ് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റേഴ്സിന് സെർവ് ചെയ്യാണ് ഈ ഒരു കമ്പനി ചെയ്യുന്നത്. അതാണ് ഈ ഒരു മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു കാര്യമാണ് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പല രീതിയിലൂടെയാണ് മൈക്രോ സ്ട്രാറ്റജി ബിറ്റ് കോയിൻ വാങ്ങിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ ട്വിറ്ററിൽ മൈക്കിൾ സെയ്ലർ ബിറ്റ് കോയിൻ വാങ്ങി എന്ന് അനൗൺസ് ചെയ്യുമ്പോൾ ബിറ്റ് കോയിൻ വാങ്ങി എന്നുള്ള കാര്യം മാത്രമേ നോക്കുകയുള്ളൂ, പക്ഷേ അത് എങ്ങനെയാണ് വാങ്ങിക്കുന്നത് എന്നാരും നോക്കുന്നില്ല. ഓക്കെ, അത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്കിൾ സെയ്ലർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈക്രോ സ്ട്രാറ്റജി $42 ബില്യൺ ക്യാപിറ്റൽ പ്ലാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു $42 ബില്യൺ ക്യാപിറ്റൽ പ്ലാനിൽ ഇവർ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് $21 ബില്യൺ അറ്റ് ദ മണി ഇക്വിറ്റി ഓഫറിംഗ് ആണ്, അതേപോലെ തന്നെ $21 ബില്യൺ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല. സോ എന്താണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞതിന് ശേഷം അറ്റ് ദ മണി ഓഫറിംഗ് ഇക്വിറ്റി ഓഫറിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 സെപ്റ്റംബർ 20 മൈക്കിൾ സെയ്ലർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു 7420 ബിറ്റ് കോയിൻ അവർ വാങ്ങിയിട്ടുണ്ട്. $458.2 മില്യൺ ചിലവിട്ടിട്ട് $61,750 പെർ ബിറ്റ് കോയിൻ പ്രൈസിനാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് വരുന്ന സമയത്ത് അധികം ആളുകളും ഈ ഒരു ഹെഡ്ലൈൻ മാത്രമാണ് വായിക്കാറുള്ളൂ നോർമലി. അതായത് ഓക്കെ, മൈക്കിൾ സെയ്ലർ മൈക്രോ സ്ട്രാറ്റജി ബിറ്റ് കോയിൻ വാങ്ങിച്ചു എന്നാണ് അധികം ആളുകൾ സർക്കുലേറ്റ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ ഇതെങ്ങനെയാണ് ഇവർ വാങ്ങിക്കുന്നത് എന്ന് പല ആളുകളും ശ്രദ്ധിക്കാറില്ല അല്ലേ. സോ നമ്മൾ ഈ ഒരു പ്രസ് റിലീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇവിടെ അവർ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് മൈക്രോ സ്ട്രാറ്റജി കംപ്ലീറ്റഡ് എ പ്രൈവറ്റ് ഓഫറിംഗ് ഓഫ് കൺവേർട്ടബിൾ സീനിയർ നോട്ട്സ് ഡ്യൂ 2028, അതായത് 2028 ഡ്യൂ ആവുന്ന കൺവേർട്ടബിൾ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് അതിലൂടെ കിട്ടിയിട്ടുള്ള പ്രൊസീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും ബിറ്റ് കോയിൻ അവർ വാങ്ങിച്ചിരിക്കുന്നത്. സോ ഈ ഒരു കൺവേർട്ടബിൾ ബോണ്ട് ഈ ഒരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിക്ക് അവർ കൊടുക്കുന്നത് 0.625% ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോണ്ട് ബയർക്ക് കിട്ടുന്നത് ഇയർലി 0.625% ഇൻട്രസ്റ്റ് കിട്ടും. അത് മാത്രമല്ല ഇതൊരു കൺവേർട്ടബിൾ ബോണ്ട് ആയത് കാരണം കൊണ്ട് തന്നെ ബോണ്ട് ബയർക്ക് ഈ ഒരു മെച്യൂരിറ്റി ഡേറ്റ് എത്തുന്ന സമയത്ത് മൈക്രോ സ്ട്രാറ്റജിയുടെ ഇപ്പോൾ ഉള്ള സ്റ്റോക്കിൻ്റെ വില ഒരു സെർട്ടൻ പ്രൈസിന് മുകളിൽ പോവുകയാണ് എന്നുണ്ടെങ്കിലും ഈ ബോണ്ട് ബയർക്ക് ഈ കൊടുത്ത പൈസ തിരിച്ച് വാങ്ങിക്കുന്നതിന് പകരം ഇത് അവരുടെ സ്റ്റോക്കാക്കി കൺവേർട്ട് ചെയ്ത് മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ കൺവേർട്ടബിൾ ബോണ്ട് എന്ന് പറയുന്നത്. സോ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ MSTR മൈക്രോ സ്ട്രാറ്റജി ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുള്ള കൺവേർട്ടബിൾ ബോണ്ടിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് 2025 ഡ്യൂ ആവുന്ന കൺവേർട്ടബിൾ ബോണ്ടിൻ്റെ ഇപ്പോൾ നിലവിലുള്ള പെർഫോമൻസ് 224% ആണ്. അതായത് ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏകദേശം 224% ആണ് മുകളിലോട്ട് പോയത്. സോ ഈ ബോണ്ട് ബയർ, അതായത് $458 കടം കൊടുത്തിട്ടുള്ള ഈ ഒരു ബോണ്ട് ബയർ 2025 ആകുമ്പോഴേക്കും ഇവർക്ക് ഒന്നുകിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 0.625% ഇൻട്രസ്റ്റും വാങ്ങിച്ചിട്ട് കൊടുത്ത പൈസ തിരിച്ച് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, ഇത് സ്റ്റോക്കാക്കി കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലാഭം 224% ആണ്. അതായത് ഈ ഒരു $458 മില്യൺ ബിറ്റ് കോയിൻ വാങ്ങിച്ചാൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ലാഭമാണ് ബോണ്ട് ബയർക്ക് ഈ മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനിയുടെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിലൂടെ കിട്ടുന്നത്. സോ എന്താണ് ഇവിടെ നടക്കുന്നത്, അതായത് ബിറ്റ് കോയിൻ ഈ $458 മില്യൺ ഇവർ ബിറ്റ് കോയിൻ വാങ്ങിച്ചിരുന്നു എങ്കിലോ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷേ അതേപോലെ ഡൗൺ സൈഡ് റിസ്ക്കും ഉണ്ട് അല്ലേ. വാട്ട് ഇഫ് അതായത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിലോ അത് റിസ്ക്കിയാണ്. അപ്പോൾ ബോണ്ട് ഒരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി ആയത് കാരണം കൊണ്ട് തന്നെ അവരുടെ ഡൗൺ സൈഡ് റിസ്ക് കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റ് ആവുകയും ചെയ്തു. പക്ഷേ അപ്സൈഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലുള്ളൊരു റിട്ടേൺ അവർക്ക് കിട്ടുകയും ചെയ്തു. സോ എന്തായാലും 2025 ഈ ഒരു ഡ്യൂ ഡേറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു ബോണ്ട് ബയർ അവരുടെ പൈസ തിരിച്ചു വാങ്ങുന്നതിന് പകരം അത് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവർക്ക് മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റും. സോ ഇതാണ് അവരുടെ ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് കൺവേർട്ടബിൾ ബോണ്ടിൻ്റെ പെർഫോമൻസ്. സോ ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. അതായത് ബോണ്ട് ബയറിനെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡ് റിസ്ക് ഇല്ല, അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. അതേപോലെ തന്നെ മൈക്രോ സ്ട്രാറ്റജി ആണ് എന്നുണ്ടെങ്കിലും അവർക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻട്രസ്റ്റും കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ സ്റ്റോക്ക് അവർ കൺവേർട്ട് ചെയ്തോളും. അപ്പോൾ ഈ ഒരു കടം വാങ്ങിയിട്ട് ബിറ്റ് കോയിൻ വാങ്ങിച്ചതിലൂടെ മൈക്രോ സ്ട്രാറ്റജിനെ എങ്ങനെയാണ് ഇത് പോസിറ്റീവായി ബാധിക്കുന്നത്, ഇവർക്ക് വലിയൊരു എക്സ്പെൻസും ഇല്ല, എന്നാലോ ഈ വാങ്ങി വെച്ചിരിക്കുന്ന ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്ന സമയത്ത്
അത് കമ്പനിനെ കൂടുതൽ അവരുടെ ഫൈനാൻഷ്യലി ഭയങ്കര സൗണ്ട് ആക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവരുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കിൻ്റെ വാല്യൂ വളരെ വലിയ രീതിയിൽ കൂടുകയാണ് ചെയ്യുന്നത്. സോ ഇത് എല്ലാവരിനെയും പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ആസ് ലോങ് ആസ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നത് വരെ. സോ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ എല്ലാവരും ബോണ്ട് ബയറാണ് എന്നുണ്ടെങ്കിലും മൈക്രോ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇനി നിങ്ങളിവിടെ അടുത്തതായിട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നവംബർ 18 മൈക്കിൾ സെയ്ലറോട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ 51,750 ബിറ്റ് കോയിൻ വാങ്ങിച്ചിട്ടുണ്ട് $4.6 ബില്യൺ, 88,627 ആവറേജ് പ്രൈസിന് എന്നുള്ളത് അല്ല. സോ ഇത് ഒരു അറ്റ് ദ മണി ഓഫറിംഗ് ആണ്. ഇത് ഒരു ബോണ്ട് ബൈയിങ് അല്ല. ഇപ്പോൾ ബോണ്ട് സെല്ല് ചെയ്തിട്ട് കിട്ടിയ പ്രൊസീഡ്സ് ഉപയോഗിച്ചിട്ടല്ല, പകരം ആ കമ്പനിയുടെ ഷെയർ വിറ്റിട്ടാണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു പ്രസ് റിലീസ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ദ ബിറ്റ് കോയിൻ പർച്ചേസ് വർ മെയ്ഡ് യൂസിങ് പ്രൊസീഡ്സ് ഫ്രം ദ ഇഷ്യൂവൻസ് ആൻഡ് സെയിൽ ഓഫ് ഷെയർസ്. സോ ആദ്യം ഇവർ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട് അതിലൂടെ കിട്ടിയിട്ടുള്ള പൈസ ഉപയോഗിച്ചിട്ട് ബിറ്റ് കോയിൻ വാങ്ങിക്കുന്നു. ആ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മാർക്കറ്റ് വാല്യൂ കൂടുന്ന സമയത്ത് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്കിന് വളരെ വലിയ രീതിയിലുള്ളൊരു ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വലിയൊരു ഡിമാൻഡ് കൂടുന്ന സമയത്ത് ഈ ഒരു കമ്പനിക്ക് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ അവർ വളരെ വലിയ രീതിയിൽ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്തിട്ട് അതിലൂടെ കിട്ടുന്ന പൈസയ്ക്ക് വീണ്ടും ബിറ്റ് കോയിൻ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് ഷോർട്ട് ടേമിൽ ഇതിൻ്റെ മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനീൻ്റെ സ്റ്റോക്കിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് അല്ലേ. അതായത് പെട്ടെന്ന് ഒരു ദിവസം കമ്പനി തന്നെ വളരെ വലിയ രീതിയിൽ അവരുടെ സ്റ്റോക്ക് സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റിലൊരു ഒരു ഓവർ സപ്ലൈ ക്രിയേറ്റ് ചെയ്യുകയും അത് ഒരു സെൽ പ്രഷർ മൈക്രോ സ്ട്രാറ്റജിൻ്റെ സ്റ്റോക്കിൽ ക്രിയേറ്റ് ചെയ്യുകയും സ്റ്റോക്കിൻ്റെ പ്രൈസ് ടെമ്പററി ആയിട്ട് താഴോട്ട് വരികയും ചെയ്യും. പക്ഷേ ഇവർ ഈ സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ട് കിട്ടിയ പൈസ ഉപയോഗിച്ചിട്ട് ഇവർ എന്താണ് ചെയ്യുന്നത്? വീണ്ടും ബിറ്റ് കോയിൻ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ബിറ്റ് കോയിൻ വാങ്ങിക്കുന്നു. പിറ്റേ ദിവസം ബിറ്റ് കോയിൻ്റെ പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോകുന്നു. വീണ്ടും മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനിയുടെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ വെൽത്ത് കൂടുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് രണ്ട് രീതിയിൽ മൈക്രോ സ്ട്രാറ്റജി ബിറ്റ് കോയിൻ വാങ്ങുന്നത്. ഒന്ന്, ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് കൺവേർട്ടബിൾ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ട്. രണ്ട്, അറ്റ് ദ മണി ഓഫറിംഗ്, കൂടുതൽ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടും ബിറ്റ് കോയിൻ വാങ്ങിക്കുന്നത്. സോ എങ്ങനെയാണ് മൈക്രോ സ്ട്രാറ്റജി ബിറ്റ് കോയിൻ വാങ്ങിക്കുന്നത്, രണ്ട് രീതിയിൽ വാങ്ങിക്കുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനിയുടെ സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. സോ ഓവർ വാല്യൂഡ് ആണോ എന്ന് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നിങ്ങൾ ട്വിറ്ററിലെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ മൈക്രോ സ്ട്രാറ്റജിൻ്റെ സ്റ്റോക്ക് ഭയങ്കര ഓവർ വാല്യൂഡ് ആണ്, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോയി, അത് കാരണം കൊണ്ട് തന്നെ നമ്മളത് ഷോർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഇന്നലെ സിട്രോൺ എന്നുള്ളൊരു കമ്പനി മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് $99,000 കൊടുത്താൽ ഒരു ബിറ്റ് കോയിൻ കിട്ടും എന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് വാങ്ങിക്കുന്നത്? അപ്പോൾ അത് ഓവർ വാല്യൂഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പല നരേറ്റീവും ബിൽഡ് ചെയ്യുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇത് ഓവർ വാല്യൂഡ് ആണോ എന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജിൻ്റെ ഡെറ്റ്, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പും അതിൻ്റെ അസറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ മൈക്രോ സ്ട്രാറ്റജിയുടെ ഇപ്പോൾ നിലവിലുള്ള ഡെറ്റ് എന്ന് പറയുന്നത്, കടം എന്ന് പറയുന്നത് $6.86 ബില്യൺ ആണ്. അതും ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 0.5% ആണ്. സോ മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള കമ്പനിയുടെ കയ്യിലുള്ള ടോട്ടൽ ബിറ്റ് കോയിൻ്റെ 21% മാത്രമാണ് അവരുടെ കടം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവരുടെ കയ്യിലുള്ള ടോട്ടൽ ബിറ്റ് കോയിൻ്റെ വാല്യൂവിൻ്റെ 21.8%. ഓക്കെ, സോ ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് എന്ന് ഏതൊരാൾക്കും ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ടോട്ടൽ വിപണി മൂല്യം എന്ന് പറയുന്നത് $89 ബില്യൺ ആണ്. അതിൻ്റെ ടോട്ടൽ ഡെറ്റ് എന്ന് പറയുന്നത് $6.8 ബില്യൺ ആണ്. ഇനി അത് അവരുടെ അസറ്റായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴോ, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് മൈക്രോ സ്ട്രാറ്റജി. അവരുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ്, വിപണി മൂല്യം $89 ബില്യൺ വിപണി മൂല്യം ഉള്ള കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള ടോട്ടൽ ബിറ്റ് കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം $32 ബില്യൺ ആണ്. അതായത് മാർക്കറ്റ് ക്യാപ്പിന് 36% ബിറ്റ് കോയിൻ ഉണ്ട്. അതായത് ആ കമ്പനി അവരുടെ ബിറ്റ് കോയിൻ മൊത്തം വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് $32 ബില്യൺ കിട്ടും. അതായത് ഏകദേശം 36% മാർക്കറ്റ് ക്യാപ്പും ബിറ്റ് കോയിൻ അസറ്റായിട്ട് തന്നെ അവരുടെ കയ്യിലുണ്ട്.
അത്രയും ഫൈനാൻഷ്യലി സൗണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ബൈ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് എൻവിഡിയയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് $3.59 ട്രില്യൺ ആണ്. പക്ഷേ എൻവിഡിയൻ്റെ ടോട്ടൽ അസറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ $85.22 ബില്യൺ മാത്രമേ ഉള്ളൂ. അതായത് ഒരു സൈഡിൽ മൈക്രോ സ്ട്രാറ്റജിയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിൻ്റെ 36% ലിക്വിഡ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് അസറ്റ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ അസറ്റ് അവരുടെ കയ്യിലുള്ള സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ടുള്ള എൻവിഡിയയുടെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിൻ്റെ വെറും 2.37% മാത്രമാണ് അവരുടെ അസറ്റ് ഉള്ളൂ. അതായത് എൻവിഡിയൻ്റെ ടോട്ടൽ അസറ്റ് തൂക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ $85 ബില്യൺ ഉള്ളൂ. പക്ഷേ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നതോ $3.5 ട്രില്യൺ ആണ്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളിൽ വാല്യൂ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജി ഒരുപാട് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഓവർ വാല്യൂഡ് ആണ്, ഷോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്വിറ്ററിൽ കാണുന്ന ഇത്തരത്തിലുള്ള ക്രിറ്റിസിസം ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും ഇതൊരു സെലക്റ്റീവ് ആയിട്ടുള്ളൊരു ക്രിറ്റിസിസം ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മൈക്രോ സ്ട്രാറ്റജി ഡിഫറെൻറ്റ് ഫൈനാൻഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ ഡെറ്റ് ഇഷ്യൂ ചെയ്തിട്ടും ഷെയർ ഇഷ്യൂ ചെയ്തിട്ടും ബിറ്റ്കോയിൻ വാങ്ങുന്നത്, അത് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയാണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്, ഷെയറിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി എല്ലാവർക്കും വന്നു എന്ന് വിശ്വസിക്കുന്നു. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.